പുസ്തകങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ? പക്ഷെ വായിക്കാൻ സമയം കിട്ടാറില്ലല്ലോ. അഥവാ കിട്ടിയാൽ തന്നെ നമുക്കെല്ലാവർക്കും മടിയുമാണ്. ബുക്ക് വായിക്കാൻ മടിയുള്ളവർക്കായി അഖിൽ പി ധർമ്മജൻ്റെ പ്രശസ്തമായ റാം കെയർ ഓഫ് ആനന്ദി ഞാൻ നിങ്ങൾക്കായി ഭാഗങ്ങളായി വായിച്ചു തരുന്നു. കണ്ണടച്ചും ഹൃദയം തുറന്നും കഥയിലേക്ക് സ്വാഗതം. പാർട്ട് 6 വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 7. എൻ്റെ അണ്ണന് ഞാൻ ഇന്നലെ രാത്രി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. വെളുപ്പിനെ വരുമെന്നും പറഞ്ഞ് തറയിൽ എഴുന്നേറ്റിരുന്ന് നടുവ് തടവിക്കൊണ്ട് കിരൺ പറഞ്ഞു. അമ്മേ, ഇതാരാ? റാമിനെ നോക്കി കിരൺ ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരുത്തൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്. ശ്രീറാം. ഹാ, പുള്ളിയായിരുന്നോ? എൻ്റെ നടു ഹൂ. അത് പറഞ്ഞിട്ട് അവൻ നിലത്തു നിന്നും കൈകുത്തി എഴുന്നേറ്റു നിന്ന് ഒന്ന് മൂരി നിവർന്നു. എന്നിട്ട് ടേബിളിലിരുന്ന റാമിൻ്റെ കരിങ്ങാലി വെള്ളക്കുപ്പിയിലെ വെള്ളം പകുതിയോളം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. സോറി, ഇതുവഴി കയറിയപ്പോൾ ഞാൻ കള്ളനാന്നാ കരുതിയേ. റാം കിരണിനരികിലേക്ക് നടന്നു ചെന്നിട്ട് ചെറിയൊരു പരുങ്ങലോടെ പറഞ്ഞു. സാരമില്ലണ്ണ, ഇതാ ഞാൻ രാത്രികാലങ്ങളിൽ വരികയും പോവുകയും ചെയ്യുന്ന വഴി. ഇങ്ങേരെ ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ ഈ വഴി കയറുന്നേ. ദേഹത്ത് ചുറ്റിക്കിടന്നിരുന്ന ബെഡ്ഷീറ്റ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കിരൺ റാമിന് കൈകൊടുത്തു. അപ്പോൾ ഹലോ, ഞാനാണ് കിരൺ. ഞാൻ ശ്രീറാം. നല്ല ബെസ്റ്റ് പരിചയപ്പെടൽ. ബിനീഷേട്ടൻ ഉറക്കം പോയ അരിശത്തിൽ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എന്തോ പുലമ്പിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. കിരണും റാമും പരസ്പരം നോക്കി ചിരിച്ചു. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങിയ കിരണിൻ്റെ കുടുംബം ഒമാനിലെ സലാലയിൽ 10 വർഷത്തോളമായി ഒരു ഹോട്ടൽ നടത്തുകയാണ്. കൊല്ലത്തെ ആശ്രാമം എന്ന സ്ഥലത്ത് മാമൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം താമസിച്ചിരുന്ന കിരൺ തനിക്ക് നാട്ടിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഉപരിപഠനത്തിനായി 2 വർഷങ്ങൾക്ക് മുൻപ് അവനെ ചേട്ടൻ ഉറ്റ സുഹൃത്തായ ബിനീഷിൻ്റെ അരികിലേക്ക് അയക്കുകയായിരുന്നു. അവൻ്റെ ചെലവുകൾക്ക് വേണ്ട പണം അച്ഛനും അമ്മയും ചേട്ടനും ഓരോ വിഹിതങ്ങളായി മാസാമാസം അയച്ചു കൊടുത്തിരുന്നതിനാൽ കക്ഷിക്ക് ചെന്നൈയിൽ കുശാലായിരുന്നു. റാമും കിരണും വിശദമായി പരസ്പരം പരിചയപ്പെട്ടതിനു ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കഥ തുടർന്നു കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.